മൂത്തവർ പറഞ്ഞ പഴയ കഥകൾ അവിടെയെല്ലാം കള്ളമല്ല, ചിലത് ഇന്നും ഇരുട്ടിൽ നടക്കുന്നു. സ്ഥലം പാലക്കാട്, ഒരു ചെറുഗ്രാമം. രാത്രിക്ക് ശേഷം ആളുകൾ പുറത്തു പോകാറില്ല. കാരണം അവർക്ക് തോന്നുന്നത് ഒടിയൻ ഇന്നുമുണ്ടെന്ന്. ഒരു മൂത്തവൻ പറഞ്ഞത്, മോളെ, ഒടിയൻ രാത്രി ചെറുവസ്തുക്കളായി മാറും, നായയായി, പൂച്ചയായി, മരമായി. ആ ഗ്രാമത്തിൽ 3 രാത്രികൾ തുടർച്ചയായി ഒരേ സംഭവം. ഒരു വീടിന്റെ മുകളിൽ നിന്ന് എന്തോ ചലിക്കുന്നത് പോലുള്ള ശബ്ദം. പക്ഷേ റൂഫില് കുരങ്ങന്റെയോ പൂച്ചയുടെയോ ഒന്നിന്റെയും സാന്നിധ്യമില്ല. അവിടെ ഒരു മരം പോലുമില്ല. ഏതാനും മീറ്റർ ദൂരത്തിൽ ഒന്ന് മാത്രം. അവിടെ നിന്നൊന്നും റൂഫിലേക്ക് കയറാൻ സാധ്യമല്ല. 4-ാം രാത്രി ഒരു സ്ത്രീ വിൻഡോ തുറന്നപ്പോൾ റൂഫിന്റെ എഡ്ജിൽ ഒരു നിഴൽ, വളരെ താഴ്ന്ന പോസ്ചറിൽ നീങ്ങുന്നത്. മനുഷ്യന്റെ ഹൈറ്റ് അല്ല, മൃഗത്തിന്റെ പോസ്ചറല്ല. രണ്ടിന്റെയും ഇടയിൽ അവൾ വിറച്ചുപോയി. അവൾ ടോർച്ച് വെച്ച് നോക്കുമ്പോൾ നിഴൽ റൂഫിന്റെ മറുവശത്തേക്ക് വേഗത്തിൽ ചാടി. പക്ഷേ സൗണ്ട് ഇല്ല, ഇമ്പാക്റ്റ് ഇല്ല. അതൊരു വെയിറ്റ് ഇല്ലാത്ത വസ്തുവിനെ പോലെ. അടുത്ത ദിവസം നാട്ടുകാർ റൂഫിൽ കയറി ചെക്ക് ചെയ്തു. അവരെ കണ്ടെത്തിയത് ഫുട് പ്രിന്റ്സ്. പക്ഷേ സാധാരണ ഫുട് പ്രിന്റ്സ് അല്ല, മൃഗത്തെപ്പോലെ ചൂണ്ടിയ കാൽവിരലുകൾ, കുതികാൽ, മനുഷ്യരൂപം. അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ പറഞ്ഞു, ഇത് ഒടിയന്റെ ചുവടല്ലേ? പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. 5-ാം രാത്രി ഇഴയുന്ന ശബ്ദമില്ല, നിഴലില്ല, കാൽപ്പാടുകളില്ല. പക്ഷേ വീട്ടിന്റെ പിറകിൽ മണ്ണിൽ മാത്രം പുതിയ അടയാളങ്ങൾ, ആരോ ഇരിക്കുന്ന പോലെ. ഒടിയൻ. രൂപമാറ്റം നടക്കുന്നത് നിശ്ചലമായിരിക്കുമ്പോഴാണ്. ഒടിയന്റെ പേരിൽ ഭയപ്പെടുന്നതിനു പകരം ഒരു ചോദ്യം മാത്രമാണ് ബാക്കി: അവനിപ്പോഴും ഇവിടെയുണ്ടോ? ഇത്തരം കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.